ധരംപുര എന്ന ഗ്രാമത്തിൽ രാത്രിയുടെ അന്ധകാരത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരു കയറുകൊണ്ട് തങ്ങളെ കെട്ടിയാണ് കിടക്കാറ്. അമ്മേ, നമ്മൾ എത്ര കാലം വെച്ചാ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കിടക്കുന്നത്? നാം ജീവിച്ചിരിക്കുന്നത് വരെ. നാം ജീവനോടെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ തീരൂ. പക്ഷേ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മേ? രാത്രി മരണത്തിന്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ആ പുല്ലാങ്കുഴലിന്റെ ശബ്ദം ജനങ്ങളെ അതിന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടു പോകും. അവർ ജീവനോടെ തിരിച്ചു വരില്ല. ആരാണ് ആ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? എനിക്കറിയില്ല മോനെ, പക്ഷെ അനേകം ജനങ്ങളെ ആ ശബ്ദം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെ? ഒരു ദിവസം നടന്ന സംഭവമാണിത്. 2 പുരുഷന്മാർ ധരംപുരയുടെ റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുല്ലാങ്കുഴലിന്റെ ശബ്ദം കേട്ടു. ആരാ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അവർ രണ്ടുപേരും ആ മധുരഗാനത്താൽ ആകർഷിക്കപ്പെട്ട് കാടിന്റെ അകത്തേക്ക് നടന്നുപോയി. അവർ അബോധാവസ്ഥയിലായിരുന്നു. അവർ കാട്ടിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. രണ്ടുപേരും ഉച്ചത്തിൽ നിലവിളിച്ചു, അയ്യോ ഓടിവായോ! ഗ്രാമത്തിലുള്ളവർ അവരുടെ നിലവിളി മാത്രമാണ് കേട്ടത്. അടുത്ത ദിവസം രണ്ടുപേരും ശവം കണ്ടു. ചിലപ്പോ അവരെ കൊന്നത് കാട്ടിനകത്തുള്ള ഏതെങ്കിലും മൃഗങ്ങളാണെങ്കിലോ? അവർ മാത്രമാണ് അങ്ങനെ മരണപ്പെട്ടതെങ്കിൽ നമുക്കങ്ങനെ വിചാരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ഹരിയങ്കിൾ ഗ്രാമത്തിലെ ഒരു തിണ്ണയിൽ കിടക്കുകയായിരുന്നു. അയാൾ പുല്ലാങ്കുഴലിന്റെ സ്വരം കേട്ടു. ആ സ്വരം കേട്ടയിടത്തേക്ക് അയാൾ നടന്നുപോയി. അയ്യോ, ഈ അമ്മാവനിത് എങ്ങോട്ടാ പോകുന്നേ? അമ്മാവാ, അങ്ങോട്ട് പോവല്ലേ! ഹരിയങ്കിളിനെ തടയാൻ ഗ്രാമത്തിലെ പലരും ശ്രമിച്ചു. പക്ഷെ അയാൾ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി കാട്ടിനകത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അടുത്ത ദിവസം അയാളുടെ ശവവും കിട്ടി. അതെനിക്കറിയില്ല. അതും എനിക്കറിയില്ല. ചിലപ്പോൾ നിന്റെ അമ്മൂമ്മയ്ക്ക് അറിയുമായിരിക്കും. നീ അമ്മൂമ്മയുടെ വീട്ടിൽ ചെന്ന് ചോദിക്ക്. ചോട്ടും അവന്റെ അമ്മയും കാലിൽ കയറ് കെട്ടിയ ശേഷം കിടന്നുറങ്ങി. അർദ്ധരാത്രി പുല്ലാങ്കുഴലിന്റെ മധുര ശബ്ദം കേൾക്കാൻ തുടങ്ങി. ചോട്ടു നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ചോട്ടുവിന്റെ കാലിൽ കെട്ടിയിരുന്ന കയറ് അലമാരിയിലാണ് കുടുങ്ങിയിരുന്നത്. അതിനാൽ അവന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പെട്ടെന്ന് അമ്മ കണ്ണു തുറന്ന് ചോട്ടു നടന്നു പോകുന്നത് കണ്ടു. ചോട്ടു, ചോട്ടു, ചോട്ടു! ചോട്ടുവിന്റെ അമ്മ അവന്റെ കവിളിൽ 2 അടി കൊടുത്തു. അടി കൊണ്ടപ്പോൾ ചോട്ടുവിന് സ്വബോധം വന്നു. ഇന്ന് നീ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു മോനെ. ചോട്ടുവിന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചോട്ടു രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ചോട്ടുവും അവന്റെ അമ്മയും അമ്മൂമ്മയുടെ വീട്ടിലെത്തി. ചോട്ടുവിന്റെ അമ്മ തലേ ദിവസം രാത്രി നടന്ന വിഷയം അവരോട് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ കൃത്യസമയത്ത് ഉണർന്നില്ലായിരുന്നെങ്കിൽ ചോട്ടു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭഗവാന് കോടാനുകോടി നന്ദി എന്റെ മോനെ. അമ്മൂമ്മ ചോട്ടുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഈ നശിച്ച പുല്ലാങ്കുഴലിന്റെ ശബ്ദം എന്നാണാവോ നിൽക്കുക? എന്താണ് അമ്മൂമ്മ ആ ശബ്ദം? എന്തിനാണ് അയാൾ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? പാവപ്പെട്ട ഗ്രാമീണരെ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത്? അവനും നിഷ്കളങ്കനായിരുന്നു. എന്നുവെച്ചാ? പണ്ട് നടന്നൊരു സംഭവമാണിത്. അന്ന് ഞാൻ നിന്നേക്കാൾ ചെറുതായിരുന്നു. ഗ്രാമത്തിൽ കൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് അവനൊരു തികഞ്ഞ പുരുഷനെ പോലെ ആയിരുന്നു. പക്ഷെ സ്വഭാവത്തിൽ ചെറിയ കുട്ടിയെ പോലെയും. അവൻ എപ്പോഴും കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു. കൃഷ്ണ വളരെ നിഷ്കളങ്കനായിരുന്നു. അവന്റെ പുല്ലാങ്കുഴൽ നാദം എല്ലാവരെയും ആകർഷിച്ചു. കുട്ടികൾ എല്ലാവരും അവന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കാൻ കൂടും. കൃഷ്ണയ്ക്ക് ഈ ലോകത്തിൽ ഒരേ ഒരു ബന്ധുവേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അമ്മാവൻ ഗിർദാരി. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ! നീ പിന്നെയും പിള്ളേരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങോട്ട് വാ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഗിർദാരിലാലിന് കൃഷ്ണയെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. അയാൾ എപ്പോഴും കൃഷ്ണയെ അടിച്ചുകൊണ്ടേയിരിക്കും. ചെറിയച്ച, വേണ്ട, വിട്, വിട്! ഗിർദാരിലാൽ മഹാദുഷ്ടനായിരുന്നു. അയാൾ കൃഷ്ണയെ വളർത്തിയത് അവന്റെ പേരിലുള്ള സ്വത്ത് സ്വന്തമാക്കാനായിരുന്നു. കൃഷ്ണയ്ക്ക് 20 വയസ്സ് തികഞ്ഞപ്പോൾ സ്വത്ത് മുഴുവനും അവന്റെ പേരിലേക്കായി. ഒരു ദിവസം ഗിർദാരിലാൽ കൃഷ്ണയെ കാട്ടിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ മുഴുവനും കൃഷ്ണ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നടന്നു. ഗിർദാരിലാൽ കൃഷ്ണയെ കാട്ടിനുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരുപാട് അടിക്കാൻ ആരംഭിച്ചു. ക്ഷമിക്കണം! കൃഷ്ണ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ആരും അവനെ സഹായിക്കാൻ എത്തിയില്ല. ക്ഷമയല്ല എനിക്ക് വേണ്ടത്, നിന്റെ സ്വത്താണ് വേണ്ടത്. എടുത്തോ, എല്ലാം എടുത്തോ, എന്നെ വിട്ടേക്ക്. ഇതില് നീ ഒന്ന് ഒപ്പിടേണ്ടി വരും. കൃഷ്ണ എല്ലാ കടലാസിലും ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് കരയാൻ ആരംഭിച്ചു.
എല്ലാം ദൈവം കാണുന്നുണ്ട്. അദ്ദേഹം നിന്നെ ശിക്ഷിക്കും. എന്നെ നിങ്ങൾ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ എന്നെ ഒരുപാട് തല്ലിന്ന്. പറഞ്ഞാലല്ലേ അറിയൂ. അതിന് നീ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ? ഗിർദാരിലാൽ തന്റെ കയറുകൊണ്ട് കൃഷ്ണയുടെ കഴുത്തിൽ മുറുക്കി. ആ പാവം ശ്വാസം മുട്ടി മരിച്ചുപോയി. അന്നു മുതൽ ഇന്നുവരെ ദിവസവും രാത്രി മരണത്തിന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഒരു നിലവിളിയോടെ ശവങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. അമ്മൂമ്മ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? മരണസമയത്ത് ഗിർദാരിലാൽ സ്വയം അത് അച്ഛനോട് തുറന്നു പറഞ്ഞതാണ്. അത്യാഗ്രഹം മനുഷ്യനെ ചെകുത്താനാക്കി തീർക്കും. ഇപ്പോൾ ദിവസവും മരണത്തിന്റെ പുല്ലാങ്കുഴൽ ശബ്ദം എല്ലാവരും കേൾക്കും. ആരെങ്കിലും മരണത്തിനിരയാകും. ധരംപുര എന്ന ഗ്രാമത്തിൽ രാത്രിയുടെ അന്ധകാരത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരു കയറുകൊണ്ട് തങ്ങളെ കെട്ടിയാണ് കിടക്കാറ്. അമ്മേ, നമ്മൾ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കിടക്കുന്നത്? നാം ജീവിച്ചിരിക്കുന്നത് വരെ. നാം ജീവനോടെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ തീരൂ. പക്ഷേ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മേ? രാത്രി മരണത്തിന്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ആ പുല്ലാങ്കുഴലിന്റെ ശബ്ദം ജനങ്ങളെ അതിന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടു പോകും. അവർ ജീവനോടെ തിരിച്ചു വരില്ല. ആരാണ് ആ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? എനിക്കറിയില്ല മോനെ. പക്ഷെ അനേകം ജനങ്ങളെ ആ ശബ്ദം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെ? ഒരു ദിവസം നടന്ന സംഭവമാണിത്. 2 പുരുഷന്മാർ ധരംപുരയുടെ റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുല്ലാങ്കുഴലിന്റെ ശബ്ദം കേട്ടു. ആരാ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അവർ രണ്ടുപേരും ആ മധുരഗാനത്താൽ ആകർഷിക്കപ്പെട്ട് കാടിന്റെ അകത്തേക്ക് നടന്നുപോയി. അവർ അബോധാവസ്ഥയിലായിരുന്നു. അവർ കാട്ടിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. രണ്ടുപേരും ഉച്ചത്തിൽ നിലവിളിച്ചു. അയ്യോ, ഓടിവായോ! ഗ്രാമത്തിലുള്ളവർ അവരുടെ നിലവിളി മാത്രമാണ് കേട്ടത്. അടുത്ത ദിവസം രണ്ടുപേരും ശവം കണ്ടു. ചിലപ്പോ അവരെ കൊന്നത് കാട്ടിനകത്തുള്ള ഏതെങ്കിലും മൃഗങ്ങളാണെങ്കിലോ? അവർ മാത്രമാണ് അങ്ങനെ മരണപ്പെട്ടതെങ്കിൽ നമുക്കങ്ങനെ വിചാരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ഹരിയങ്കിൾ ഗ്രാമത്തിലെ ഒരു തിണ്ണയിൽ കിടക്കുകയായിരുന്നു. അയാളും പുല്ലാങ്കുഴലിന്റെ സ്വരം കേട്ടു. ആ സ്വരം കേട്ടയിടത്തേക്ക് അയാൾ നടന്നുപോയി. അയ്യോ, ഈ അമ്മാവനിത് എങ്ങോട്ടാ പോകുന്നേ? അമ്മാവാ, അങ്ങോട്ട് പോവല്ലേ! ഹരിയങ്കിളിനെ തടയാൻ ഗ്രാമത്തിലെ പലരും ശ്രമിച്ചു. പക്ഷെ അയാൾ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി കാട്ടിനകത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അടുത്ത ദിവസം അയാളുടെ ശവവും കിട്ടി. അതെനിക്കറിയില്ല. അതും എനിക്കറിയില്ല. ചിലപ്പോൾ നിന്റെ അമ്മൂമ്മയ്ക്ക് അറിയുമായിരിക്കും. നീ അമ്മൂമ്മയുടെ വീട്ടിൽ ചെന്ന് ചോദിക്ക്. ചോട്ടും അവന്റെ അമ്മയും കാലിൽ കയറ് കെട്ടിയ ശേഷം കിടന്നുറങ്ങി. അർദ്ധരാത്രി പുല്ലാങ്കുഴലിന്റെ മധുര ശബ്ദം കേൾക്കാൻ തുടങ്ങി. ചോട്ടു നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ചോട്ടുവിന്റെ കാലിൽ കെട്ടിയിരുന്ന കയറ് അലമാരിയിലാണ് കുടുങ്ങിയിരുന്നത്. അതിനാൽ അവന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പെട്ടെന്ന് അമ്മ കണ്ണു തുറന്ന് ചോട്ടു നടന്നു പോകുന്നത് കണ്ടു. ചോട്ടു, ചോട്ടു, ചോട്ടു! ചോട്ടുവിന്റെ അമ്മ അവന്റെ കവിളിൽ 2 അടി കൊടുത്തു. അടി കൊണ്ടപ്പോൾ ചോട്ടുവിന് സ്വബോധം വന്നു. ഇന്ന് നീ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു മോനെ. ചോട്ടുവിന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചോട്ടു രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ചോട്ടുവും അവന്റെ അമ്മയും അമ്മൂമ്മയുടെ വീട്ടിലെത്തി. ചോട്ടുവിന്റെ അമ്മ തലേ ദിവസം രാത്രി നടന്ന വിഷയം അവരോട് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ കൃത്യസമയത്ത് ഉണർന്നില്ലായിരുന്നെങ്കിൽ ചോട്ടു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭഗവാന് കോടാനുകോടി നന്ദി എന്റെ മോനെ. അമ്മൂമ്മ ചോട്ടുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഈ നശിച്ച പുല്ലാങ്കുഴലിന്റെ ശബ്ദം എന്നാണാവോ നിൽക്കുക? എന്താണ് അമ്മൂമ്മ ആ ശബ്ദം? എന്തിനാണ് അയാൾ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? പാവപ്പെട്ട ഗ്രാമീണരെ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത്? അവനും നിഷ്കളങ്കനായിരുന്നു. എന്നുവെച്ചാ? പണ്ട് നടന്നൊരു സംഭവമാണിത്. അന്ന് ഞാൻ നിന്നേക്കാൾ ചെറുതായിരുന്നു. ഗ്രാമത്തിൽ കൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് അവനൊരു തികഞ്ഞ പുരുഷനെ പോലെ ആയിരുന്നു. പക്ഷെ സ്വഭാവത്തിൽ ചെറിയ കുട്ടിയെ പോലെയും. അവൻ എപ്പോഴും കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു. കൃഷ്ണ വളരെ നിഷ്കളങ്കനായിരുന്നു. അവന്റെ പുല്ലാങ്കുഴൽ നാദം എല്ലാവരെയും ആകർഷിച്ചു. കുട്ടികൾ എല്ലാവരും അവന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കാൻ കൂടും. കൃഷ്ണയ്ക്ക് ഈ ലോകത്തിൽ ഒരേ ഒരു ബന്ധുവേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അമ്മാവൻ ഗിർദാരി. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ! നീ പിന്നെയും പിള്ളേരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങോട്ട് വാ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഗിർദാരിലാലിന് കൃഷ്ണയെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. അയാൾ എപ്പോഴും കൃഷ്ണയെ അടിച്ചുകൊണ്ടേയിരിക്കും.
ചെറിയച്ച വേണ്ട, വിട് വിട്. ഗർദാരിലാൽ മഹാദുഷ്ടനായിരുന്നു. അയാൾ കൃഷ്ണയെ വളർത്തിയത് അവന്റെ പേരിലുള്ള സ്വത്ത് സ്വന്തമാക്കാനായിരുന്നു. കൃഷ്ണയ്ക്ക് 20 വയസ്സ് തികഞ്ഞപ്പോൾ സ്വത്ത് മുഴുവനും അവന്റെ പേരിലേക്കായി. ഒരു ദിവസം ഗർദാരിലാൽ കൃഷ്ണയെ കാട്ടിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ മുഴുവനും കൃഷ്ണ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നടന്നു. ഗർദാരിലാൽ കൃഷ്ണയെ കാട്ടിനുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരുപാട് അടിക്കാൻ ആരംഭിച്ചു. ക്ഷമിക്കണം. കൃഷ്ണ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ആരും അവനെ സഹായിക്കാൻ എത്തിയില്ല. ക്ഷമയല്ല എനിക്ക് വേണ്ടത്, നിന്റെ സ്വത്താണ് വേണ്ടത്. എടുത്തോ, എല്ലാം എടുത്തോ, എന്നെ വിട്ടേക്ക്. ഇതില് നീ ഒന്ന് ഒപ്പിടേണ്ടി വരും. കൃഷ്ണ എല്ലാ കടലാസിലും ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് കരയാൻ ആരംഭിച്ചു. എല്ലാം ദൈവം കാണുന്നുണ്ട്. അദ്ദേഹം നിന്നെ ശിക്ഷിക്കും. എന്നെ നിങ്ങൾ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ എന്നെ ഒരുപാട് തല്ലിന്ന്. പറഞ്ഞാലല്ലേ അറിയൂ. അതിന് നീ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ? ഗർദാരിലാൽ തന്റെ കയറുകൊണ്ട് കൃഷ്ണയുടെ കഴുത്തിൽ മുറുക്കി. ആ പാവം ശ്വാസം മുട്ടി മരിച്ചുപോയി. അന്നു മുതൽ ഇന്നുവരെ ദിവസവും രാത്രി മരണത്തിന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഒരു നിലവിളിയോടെ ശവങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. അമ്മൂമ്മ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? മരണസമയത്ത് ഗർദാരിലാൽ സ്വയം അത് അച്ഛനോട് തുറന്നു പറഞ്ഞതാണ്. അത്യാഗ്രഹം മനുഷ്യനെ ചെകുത്താനാക്കി തീർക്കും. ഇപ്പോൾ ദിവസവും മരണത്തിന്റെ പുല്ലാങ്കുഴൽ ശബ്ദം എല്ലാവരും കേൾക്കും. ആരെങ്കിലും മരണത്തിനിരയാകും.